ഇത് നമ്മളെ 75 റുപ്യ വെച്ചിട്ടുണ്ട്. 75,000 റുപ്യക്ക് അൾട്ടോ. അത് 2005 ഫുൾ പേപ്പർ 65 റുപ്യ കൊടുക്കാം. 75 60 രൂപ കൊടുക്കാം. 89 നിർത്തി. അതാണ് 89 ആയപ്പോ പിന്നെ നമ്മളാണ് വാങ്ങി അങ്ങാണ് പറയാ. നമ്മളാണ് വാങ്ങി മൂപ്പർക്ക് 1,35,000 റുപ്യ കൊടുക്കണം. അതിപ്പൊന്നും കുറയില്ല. അയാൾക്ക് അറിയണില്ല. അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ആകെ ക്ഷീണം പറ്റിയിരുന്നില്ലേ? ഇതിപ്പോ 1:30 വരെ ഇവിടെ വന്ന് പറഞ്ഞു. നമ്മള് ചോദിക്കണേ 2:45. ഇത് നമ്മളെ കയ്യില് കിട്ടേണ്ടത് കറക്റ്റ് വില കേട്ടോ. 2,55 നമുക്ക് 2,70,75,000 ചോദിച്ച വണ്ടിക്ക് 2.5 ലക്ഷം കിട്ടിയാ കൊടുക്കും. 2,55 ഒരാഴ്ചയിൽ ഉപയോഗിച്ച വണ്ടി. വണ്ടിയാണ്. ആഴ്ചയിൽ ഇങ്ങനെ തലികെട്ടൊക്കെ കെട്ടിക്കാണ്ട് മുപ്പത് നല്ല പ്രൗഢിയിൽ കൊണ്ടിറക്കണ വണ്ടിയാണ്. ആ പ്രൗഢി വണ്ടി ആ വണ്ടി നമ്മൾ 1.25 വെച്ചിട്ടുണ്ട്. 1.25 ഐറ്റൻ 2008 ഫുൾ പേപ്പർ 5 വർഷം പേപ്പറുള്ള വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 1,18,000 റുപ്യ കൊടുക്കാം. ചോദിക്കണത് ഒരു 490 ചോദിക്കുന്നുണ്ട്. ഒരു 470 കൊടുക്കാൻ 490 ചോദിച്ച വണ്ടിക്ക് 4,70,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കും. അപ്പൊ നമ്മളങ്ങനെ വീണ്ടും മഞ്ചേരി നറുക്കരല്ല സൺറൈസ് യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ട് വീണ്ടും എത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് 15ഓളം വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിലൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമുകൾ പരിചയപ്പെട്ട് മാക്സിമം ഫുള്ള വണ്ടി അൾട്ടോ. ചെറുവണ്ടി അൾട്ടോളൊക്കെ ഏകദേശം ഒരു 65,000 മുതൽ സ്റ്റാർട്ടിങ് നമ്മളെ കൂടുതൽ ഇതിന്റെ ഓണറായി വീട്ടിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ പറഞ്ഞോട്ടാണ്. പൈസ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോവാൻ നമുക്ക്. അതാണ് ലൊക്കേഷൻ. നമ്മള് മഞ്ചേരിന്ന് മഞ്ചേരിന്ന് വെള്ളാമ്പുറം കോഴിക്കോട് റോഡിന് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് മഞ്ചേരിക്ക് എത്തും. മഞ്ചേരി സ്കൂള് അമൃത സ്കൂളാണ് കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ലൊക്കേഷൻ. അതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി ആണല്ലേ? മാക്സിമം ഫുൾ വണ്ടികളാണല്ലോ. ഏകദേശം ഫുള്ളോണ് കൊടുക്കുക. ഇന്നോവ ഉണ്ട് 4 സംതിങ്ങിന് കൊടുക്കുക. ബൊലേറകൾ ഏകദേശം ചെറിയ പൈസ കൊടുക്കാറുണ്ട്. കറ്റകള് മൊബൈലൊക്കെ ഫുള്ളോണ് കൊടുക്കുക. 7 സീറ്റ് വണ്ടി ചെറിയ പൈസ ഇങ്ങനെ മുടക്കിയാലേ സുഖാണ്. വണ്ടി ഇറക്കി ചെയ്യല. അൾട്ടോ 65 മുതൽ കൊടുക്കുന്നുണ്ട്. അൾട്ടോ നമുക്ക് 65 റുപ്യ കൊടുക്കാം. ജെന്നുകളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. വേറെ വരാണ്ട് 10-14 വണ്ടി ഇനിയും വരാണ്ട്. ഏത് വണ്ടിക്ക് വിളിച്ചോളി മാക്സിമം ഇല്ല വണ്ടി ഇനി ഇല്ലാത്ത വണ്ടി ഔട്ടിക്കോളി കൊടുക്കുന്നില്ലേ. നിങ്ങള് നിരാശപ്പെടണ്ട. ഏത് വണ്ടി വിളിച്ചാലും ഇവിടെ സെറ്റ് ആക്കാൻ തരുമല്ലോ. ഇവിടെ ഒരു 10-15 കച്ചവടക്കാരുണ്ട്. നമ്മള് ശരിയാക്കാൻ തരുമല്ലോ. ഒക്കെ വീഡിയോയിൽ കണ്ടാലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റത്തെ വണ്ടിയല്ല അടിപൊളി സണ്ണിക്കുട്ടനാണ്. നല്ല നിസാന്റെ സണ്ണി നമ്മളെ കൂടുതൽ മുജീബ് റഹ്മാൻക്കാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഉഷാറാണല്ലേ? അതാണ്. എങ്ങനെ ഇത് മോഡലൊക്കെ വരുന്നതല്ലേ? ഇത് 2012 മോഡലാണ്. 12 മോഡലാണ്. കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. XV ആണ് ഓപ്ഷൻ വരുന്നില്ലേ? ഒരാഴ്ചയിൽ ഉപയോഗിച്ച വണ്ടി. ആചാര വണ്ടിയാണ്. ആചാര ഇങ്ങനെ തലികെട്ടൊക്കെ കെട്ടിക്കാണ്ട് മുപ്പത് നല്ല പ്രൗഢിയിൽ കൊണ്ടുവരണം വണ്ടിയാണ്. ആ പ്രൗഢി വണ്ടിയുമുണ്ട്. വണ്ടിയുമുണ്ട്. എങ്ങനെ മോഡലുണ്ട്? ഇത് മോഡൽ 2012 മോഡൽ. 12 മോഡലാണ്. XV ആണ്. കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ? XV അല്ല, XL പ്രീമിയം. XL ആണ്. പ്രീമിയം ആണല്ലേ? XL പ്രീമിയം എന്ന് അതിന് പറയല്ലേ? എന്താണ് 2 മറ്റേ എയർ ബാഗ് 2 എയർ ബാഗ് വരുന്ന വണ്ടിയാണല്ലേ? സ്റ്റാർട്ട് മാത്രം ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ടയർ കാര്യങ്ങൾ അതുകൊണ്ട്. കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ. 1.35. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ആചാര്യ പേര് തന്നെ. അതാറുണ്ട്. റീപ്ലേസ് ചെയ്യല്ലോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര വണ്ടികൾ ചോദിക്കണം? ഇത് നമ്മള് ചോദിക്കണ 2.25 ചോദിക്കുന്നു. ഒരു 2.60 നമുക്ക് കൊടുക്കാം. 2.25 2,60,000 റുപ്യക്ക് വണ്ടി കൊടുക്കാം. 15,000 കുറച്ചു. മാക്സിമം ലോണും ചെയ്തു. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ. ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോഴൊക്കെ മൈലേജിന്റെ കൊട്ടകളാണ്. 20 മേപ്പിട്ട് കിട്ടും. 20 എന്തായാലും കിട്ടും. അതിന് മേപ്പിട്ട് പിന്നെ നിങ്ങൾ ഓടിക്കുന്നതനുസരിച്ചാണ് മാക്സിമം. ലെഗ് പൈസ ഉള്ള വണ്ടിയില്ലേ? നല്ല ലെഗ് പൈസ ഉണ്ട്. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി. ഉഷാറുള്ള വണ്ടിയില്ലേ? പിന്നെ മെക്കാനിക്കല് മറ്റേ മാരുതിന്റെ വണ്ടിന്റെ ചീച്ചിൽ അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. നിസാൻ വണ്ടിക്ക് വരൂല. മൈക്രോന്റെ ഇഞ്ചനാണ്. മൈലേജ് ഉണ്ടാവും. മൈക്രോ ഇതൊക്കെ ഇഞ്ചൻ സെയിം ആണല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ടന്റെ 7 സീറ്റ് വണ്ടി. ഹോണ്ട മൊബൈലിയോ. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് മോഡൽ 2015 മോഡൽ
15 മോഡല് വി ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് 1.15 അങ്ങനെ എന്തോ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിളോ 1 or 2 ആണ്. എന്തായാലും ആണ് പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കമ്പനി സ്റ്റർ ഉണ്ട് അതിന്. വണ്ടിയാണ്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണത് 5.40 ചോദിക്കുന്നു. ചോദിക്കണ്ടേ 7 സീറ്റ് വണ്ടിക്ക് നമുക്കൊരു 5.15 കൈ കിട്ടിയ കൊടുക്കാം. 5,40,000 ചോദിച്ചാണ്ട് 5,15,000 റുപ്യ കൊണ്ടു കൊടുക്കാം. 30,000 മൈലേജിന്റെ കൊട്ടെ. മൈലേജിന് എത്ര മൈലേജ് ഉണ്ട്? ഡീസൽ അല്ലേ? 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലിന് മൈലേജ് കിട്ടും. നല്ല മൈലേജ് ഉള്ള അടിപൊളി 7 സീറ്റ് മുകളിലാണല്ലേ? ടോപ്പ് വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി. കയറ്റം കണ്ടാവുന്ന പതുങ്ങും. പക്ഷെ ഇത് പതുങ്ങൂല, ഇത് പാറും. പുലിയാണ്, പാഞ്ഞു കയറൂലേ? അതാണ് 22 മൈലേജിന്റെ ഡീസലില് 7 സീറ്റ് വണ്ടി. ഹോണ്ടന്റെ മൊബൈലുകൾ കിടക്കുന്നുണ്ട്. 35,000 കുറച്ച് വണ്ടി എടുത്ത് തരും. മാക്സിമം ലോൺ ചെയ്തു. അതെ, മാക്സിമം എത്ര കയറും? ഇത് 4 റുപ്യ ആ ലെവലില് മാക്സിമം കയറും. മാക്സിമം കയറും 4-4.25 കയറും. ഒരു 10-30 റുപ്യ മതി വണ്ടി ഇറക്കാനല്ലേ? വണ്ടി ഇറക്കാൻ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെയില്ലേ? ന്യൂ ടൈപ്പ്, ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെ മോഡൽ? 17 മോഡല്, 18 റേസർ. 17 രജിസ്ട്രേഷൻ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ VDI. ഡീസൽ വണ്ടിയാണ്. VDI. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 1.8 അങ്ങനെ തോന്നി. 1,08,000. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക അടിപൊളി വണ്ടി അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. വണ്ടി എത്ര വണ്ടി കമ്പനി ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ 6 റുപ്യ ചോദിക്കുന്നത്. 6 ലക്ഷം ചോദിക്കുന്നുണ്ട്. ഒരു 5.50 കിട്ടി കൊടുക്കാം. 6 ലക്ഷം 20,000 കുറച്ചു. 5 MB-ന് 20,000-30,000 കുറച്ചാണ് കൊടുക്കാല്ലേ? ഇപ്പഴാണ് ഈ വിലക്ക് കിട്ടുള്ളൂ കേട്ടോ. 20,000-30,000 എല്ലാം വണ്ടി വില കുറച്ചു തരുവാണല്ലേ? 6.20 കൊടുക്കുന്ന വണ്ടിയാണ്. അതാണ് നമ്മൾ 5 MB-ന് കൊടുക്കുന്നത്. 5 MB-ന് കൊടുക്കും. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോ എന്തായാലും ഒരു 22-23 കിലോമീറ്റർ. ന്യൂ ടൈപ്പിന് മൈലേജ് കിട്ടും. 25 കിട്ടുന്നൊക്കെ പറയുന്നു. പക്ഷെ 22 നമുക്ക് പറയാം. 22-23 പറയാനല്ലേ? ഫുള്ള് കമ്പനി ഹിസ്റ്ററിലുള്ള നല്ല അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. മാക്സിമം ലോൺ ആയി കേട്ടോ. എല്ലാത്തിനും മാക്സിമം ലോണാണ്. ഫുൾ ലോൺ കയറി ചെയ്യുമല്ലോ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. ചെറിയ കായിന്റെ സ്വിഫ്റ്റ്. എങ്ങനെ മോഡൽ? 2012 മോഡൽ. 12 മോഡല്. ഏതാ? VDI. സെക്കൻഡ് ഓണർ. VDI ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ. 1.15. 17 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ചോദിക്കണ്ടേ? ഇത് 3.35 ഒക്കെ ചോദിക്കണം. നമുക്കൊരു 3.20 കൊടുക്കാം. 3,35,000 ചോദിച്ച വണ്ടിക്ക് 3,20,000 സ്വിഫ്റ്റ് 12 മോള് തരും. ഫുൾ പക്ക വണ്ടിയില്ലേ? ഫുൾ പക്ക വണ്ടി. ഫുള്ള് പക്ക ഉഷാർ വണ്ടി. സീറ്റാറൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടിയില്ലേ? ടയർ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഡീസൽ എന്തായാലും 20 മേപ്പിട്ട് കിട്ടും. മൈലേജ് ഡീസൽ 20 കിലോമീറ്റർ എടുക്കാം എന്തായാലും കിട്ടും. അത് പറയാലോ? ലോൺ എത്ര കയറുന്നാല്? അത് ലോണ് തിമ്മല് നമുക്കൊരു 2.50 ലോണ്. മാക്സിമം ലോണും കയറും. മാക്സിമം ലോൺ. അതാണ് ചെറിയ മുടക്ക്. 10-30 ഉറുപ്പിക ഇറക്കാം. അതെ, ചെറിയ മുടക്കില് വലിയ വണ്ടി. അതാണ്. അടുത്ത വണ്ടി ഹോണ്ടന്റെ നല്ല അടിപൊളി ജാസ് ആണ്. എങ്ങനെ? 2016 മോഡല്. 16 മോഡല് ജാസ് ആണ്. ഓപ്ഷൻ 89,000 ഓടിയത്. 90 ആയിട്ടില്ല. 89 നിർത്തി. അതാണ് 89 ആയപ്പോ പിന്നെ നമ്മളോട് വാങ്ങി അങ്ങാട് പറയാം. നമ്മളോട് വാങ്ങി. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർ നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊക്കെ സംഭവത്തിൽ എന്താ നിങ്ങൾക്ക് ഇതൊരു കാരണോലും അന്ത്രോനും ഇങ്ങനെ മാറി കളിച്ച കേസ്. അങ്ങനെ അങ്ങോട്ട് മാറി കളിച്ചു. മൂന്നാമത്തെ ഓണർ വേറെ ആർക്കും കൊടുത്തു. നമ്മൾ എടുക്കുന്നത്. പിന്നെ എടുത്തു. വണ്ടി നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. മാക്സിമം ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? അതെ. ഇത് ഓപ്ഷനെ തരണ്ടേ? ഇത് ഓപ്ഷന് മറ്റേത് എന്താണ് ഇപ്പൊ ഇതിന് പറയാ? അലവിലൊക്കെ 2 റുപ്യൊക്കെ വരുമല്ലോ അല്ലേ? സീറ്റുകാരെ എല്ലാം ഉഷാറാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വണ്ടി ഓടിച്ചാ പിന്നെ ഒരു വണ്ടി ഓടിച്ചില്ല. ഇത്ര കൊണ്ടുപോകും. നിർത്താതെ നിങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കും. സുഖല്ല വണ്ടി ഓടിക്കാൻ. സുഖം ഉഷാറുള്ള വണ്ടി അല്ലേ? മൈലേജ് ഉണ്ട്. ഡീസൽ നല്ല ഉയരത്തിലിരുന്ന് നല്ല രാജാക്കന്മാര് പോണ മാതിരി പോകാം. മൈലേജും ഉണ്ട്. എന്തായാലും ഡീസൽ മൈലേജ് 23 കിലോമീറ്റർ മൈലേജ് കിട്ടും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മൾ ചോദിക്കണതേ
5:35 നമ്മള് ചോദിക്കുന്നുണ്ട്. ഒരു 5:10 ഇട്ടാണ് നമുക്ക് കൊടുക്കാം. 5,35,000 കുറച്ച് കൊടുത്തു. 5:10 25,000 കുറച്ചൊരു വണ്ടി നിങ്ങൾക്ക് തരാം. ഡീസൽ വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി, മോഡലുള്ള വണ്ടി. ഇതേമാതിരി വണ്ടി ഇപ്പൊ നമ്മള് നാളെ കൊടുത്ത എത്രക്ക് അറിയോ? 5:55 കൊടുത്തു. ഇതേ സാധനം തന്നെ. അതാണ് 5:10 കൊടുക്കണ്ടേ? വില കുറച്ച് കൊടുക്കാം, അത് നമ്മള് പറയുന്നുണ്ട്. അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്. എങ്ങോട്ടില്ലേ? 2014 മോഡല്. 14 മോഡല്, 15 റൈസർ. 15 രജിസ്ട്രേഷൻ വണ്ടി. അതെ. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. മാറിക്കണോ? CD ആണ് വരുന്നത്. ചെറിയ തട്ടുണ്ട്, തട്ടല്ല, ചെറിയ തട്ടുണ്ട്. അപ്പൊ ബോണറ്റ് മാറിക്കണോ? അതിനുള്ള വിലക്ക് നമ്മൾ കൊടുക്കണ്ടേ? റീപ്ലേസ് മെയിൻ ക്ലാസും ബോണറ്റ് ഉണ്ടോ? ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല, മെയിൻ ക്ലാസ് മാത്രം മാറി. പിന്നെ ഫ്രണ്ടിൽ എന്തോ മറ്റേതൊക്കെ എന്തോ മാറിക്കണം, അല്ല മേജർ കുറ്റി കൊളുത്തോ അതൊന്നും പൊട്ടിയില്ല. ഇത് പാനല് മാറിക്കണോ? പാനലൊന്നും മാറിക്കണല്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് നെറ്റ് വില നമ്മൾ പറയാണ് 1:55 കൊടുക്കാം. അൾട്ടോന്റെ വില എത്ര? 14 മോഡല്, 15 റൈസ്. 15 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി 1,55,000 രൂപയ്ക്ക് 1,75 ലോൺ ഇട്ട് കൊടുക്കാം. 20,000 എക്സ്ട്രാ. 20,000 1,55,000 ചോദിച്ച വണ്ടിക്ക് 1,75 ലോൺ കയറും. 20,000-25,000 രൂപ ഏറെ കിട്ടും ചെയ്യും. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ ഓൺ വണ്ടികളൊക്കെ അല്ലേ? അത് നമ്മള് എന്താ അറിയോ, മറ്റേ ഒരാൾക്ക് ലോൺ ഇടാൻ വേണ്ടി നോക്കിയതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംഭവം. അതല്ല സംഭവം അറിഞ്ഞാൽ അതല്ല ലോൺ കയറേണ്ട സംഭവം. അതുപോലെ പ്രൊഫൈലിന് എന്തോ ചെറിയ പാർട്ടി ലോൺ മുടങ്ങിയതാണ് അല്ലേ? കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? വില രണ്ടാമത്തെ ഓണർ നിലവിലുള്ള അല്ലേ? എന്റെ പേരിലായി വണ്ടി. നിങ്ങളെ പേരിലപ്പോ വണ്ടി ഉള്ളത്? അതാണ് എന്റെ പേരിലപ്പോ ഈ വണ്ടി കിടക്കണ്ടേ? സീറ്റെല്ലാം ഉഷാറാണ്. 1,55,000 രൂപയ്ക്ക് അൾട്ടോ 800 അൾട്ടോന്റെ കായ്ക്ക് നിങ്ങൾക്ക് തരും. 1,70 ലോൺ. ഒരു റുപ്യ നിങ്ങൾക്ക് മുടക്കാതെ 25,000 പൈസ കിട്ടിയാണ്ട് കൊണ്ടുപോകാം. അങ്ങോട്ട് പൈസ. അടുത്ത വണ്ടി ചെറിയ വിലക്ക് നല്ല അടിപൊളി 7 സീറ്റ് ഇന്നോവ തരും. എങ്ങനെ മോഡലുണ്ട്? ഇത് 2009 മോഡല്. 9 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വി ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വി ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. മെയിൻ ക്ലാസ് മാറിയിരിക്കണം. മെയിൻ ക്ലാസ് മാറി. 22 ക്ലാസ് ആണ്. മെയിൻ ക്ലാസ് മാറി. ഒറിജിനൽ ക്ലാസ് തന്നെയല്ലേ? അതൊന്നും അറിയില്ലല്ലോ. എവിടുന്ന് അറിയുന്നു? കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയാണല്ലേ? കിലോമീറ്റർ എത്ര? 2 മേലക്ക് 2 കീപ്പട്ട് ഓടിക്കണ്ടല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ടൊയോട്ടോക്ക് കിലോമീറ്റർ ഓടി 10 ലക്ഷം കുൽക്കാതെ ഓടുന്ന വെള്ളം മറ്റു ലെവലാക്കി ഓടുകയാണെങ്കിൽ എത്ര ഓടും? 30 ഓടുമല്ലേ? പിന്നെ കുഴക്കില്ലാത്ത വണ്ടിയാണ്. ടൊയോട്ടന്റെ വണ്ടി ആകുമ്പോ അങ്ങനെ വെച്ചുണ്ടല്ലേ? നാരങ്ങളെ കൊടുക്കണ്ട. അതെ. ഇത് ഓണർഷിപ്പ് സിംഗിളാ? ഇത് രണ്ടാമത്തെ ഓണറാ തോന്നുന്നു നിലവിലുള്ളത്. സെക്കൻഡ് തേർഡോ ആണ്. പിന്നെ കറക്റ്റ് പറഞ്ഞുതരും. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? മേജറോ മേജർ റീപ്ലേസ് ഒന്നുമില്ല, ധൈര്യമായിട്ട് പറയാം. പിന്നെ വേരിയന്റ് വി ആണ്. വി ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ സെറ്റാ വരിക. അല്ല പഴയതില് വി ആണ് ഫുൾ ഓപ്ഷന്. പഴയതില് വി ആണ്. പത്താണ് പുതിയതിലാണ് സെറ്റൊക്കെ വരുന്നത്. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കണത് ഒരു 490 ചോദിക്കുന്നുണ്ട്. ഒരു 470 കൊടുക്കാം. 490 ചോദിച്ച വണ്ടിക്ക് 4,70,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 20,000 കുറച്ചു. നല്ല ഗ്രേ കളർ, നല്ല ഗ്രേ കളർ ചൊറുക്കുള്ള വണ്ടി. സീറ്റൊക്കെ ലെതറിന്റെ കവറൊക്കെ ചെയ്താൽ അടിപൊളി 7 സീറ്റ് വണ്ടി അല്ലേ? 7 സീറ്റ്. 9 മോളിൽ പേപ്പർ തരുന്നുണ്ട്. പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കണം. റിന്യൂവൽ എടുത്തു കൊടുക്കാം. എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി തരാണ്. 4,70,000 അടിച്ചു. ഇത് റിന്യൂവൽ എടുക്കാനുള്ളൂ. 5 കൊല്ലത്തിന് ഒന്നും നോക്കണ്ട. എണ്ണ അടിച്ചാൽ കണ്ണു ചെമ്പി പോകാം. അടുത്ത വണ്ടി വൈറ്റ് കളറ് ബൊലേറാണ് ഈ കിടക്കുന്നത്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2011 മോഡൽ. 11 മോഡലുണ്ട്. ഓപ്ഷൻ തരുന്നുണ്ട്. ഓപ്ഷൻ SLX ആണ് ഓപ്ഷൻ വരുന്നത്. M2D ഇഞ്ചനാട്ടോ. M2D ആണല്ലേ? DI അല്ല. 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? മൈലേജ് ഉണ്ടോ? മൈലേജ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഇല്ല. കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ 1 മേലെ കൂടിയത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അലവിലൊക്കെ വണ്ടി. അലവില അടിപൊളിയുണ്ട്. ടയർ കാര്യങ്ങൾ അതുണ്ട്. 8 സീറ്റ് വണ്ടി വരുന്നില്ലേ? 8 സീറ്റ് വണ്ടി. എത്ര വണ്ടി കമ്പനി ചോദിക്കുന്നത്? 7 സീറ്റ്. എത്ര വണ്ടി കമ്പനി ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണത് നമ്മളൊരു 3,45 ചോദിക്കുന്നുണ്ട്.
3,45,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. അത് നമുക്കൊരു 3,30 കൊടുക്കാം ഫൈനലായിട്ട്. 15,000 ഇതിന്മേലും കുറച്ചു. എല്ലാത്തിനും 15,000, 20,000 എല്ലാരും കൊണ്ടോട്ടെ. എല്ലാരും വണ്ടി എടുക്കട്ടെ. എല്ലാരും വണ്ടി എടുക്കട്ടെ. ഇതിപ്പോ ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്കൊരു 2,60, 2,45 ലോൺ ആയിട്ട് കൊടുക്കും. 2,45 ലോണും കയറ്റി കൊടുക്കാം. ഒരു 50 ഉറുപ്പ വേണോ? 10,50 ഉറുപ്പ വണ്ടി വരും. 10,50 ഉറുപ്പ ഉണ്ടെങ്കിൽ ബൊലേറൊക്കെ കൊണ്ടുപോകാം. മാക്സിമം ലോൺ നല്ല വണ്ടിയില്ലേ? നല്ല കയറ്റല്ലോടത്തൊക്കെ കൊണ്ടേക്കൂളി. അതാണ് നല്ല കയറും. തേങ്ങ കൊണ്ടുപോകാം. തെങ്ങുമ്പോ കയറാനല്ല, തേങ്ങ നിറക്കാൻ വേണ്ടി കൊണ്ടുപോകാല്ലേ? 18 ലെവലില് മൈലേജ് ഇട്ട വണ്ടി അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ബൊലേറാണ്. ചുവപ്പ് കളറ്, ചോരന്റെ കളറ്. 2009 മോഡലാ. 9 മോഡലിൽ എത്ര വരെ പേപ്പർ ഉണ്ടെന്നല്ലേ? ഇത് പേപ്പർ ഈ കൊല്ലം ലാസ്റ്റിക്ക് വരെ ഉണ്ടാവും. ഡിസംബർ വരെ പേപ്പർ ഇപ്പൊ നിലവിലുണ്ട്. ഡിസംബറോ നവംബറോ ആ ലെവലുണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,65 അങ്ങനെ എന്തോ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് 3-4 ആയിക്കോണം. വണ്ടിമ കാണാനല്ലോ. വണ്ടി എല്ലാം വൃത്തിയില്ല വണ്ടി കേട്ടോ. കമ്പനി പെയിന്റ് ആണ്. കമ്പനി പെയിന്റ് ആണ്. ഒന്നും കേറിയിട്ടില്ല. ഇല്ലല്ലേ? വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഓപ്ഷൻ SLX ആണ്. SLS ആണ്. റീപ്ലേസ് ഒന്നും ഇല്ല. 4 ഡോർ വിൻഡോ ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ്, AC ഒക്കെ ഉള്ള വണ്ടിയാണ്. 7 സീറ്റ് വണ്ടി അല്ലേ? എത്ര വണ്ടികൾ ചോദിക്കും? കാര്യമായിട്ട് ഈ ജീപ്പ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഈ വണ്ടി ജീപ്പ് ഒഴിവാക്കിയാണ് ഇപ്പൊ എല്ലാരും ബൊലോറാക്കുക. ജീപ്പ് ഇങ്ങനെ ചെറിയ ഈ മൈലേജിന്റെ പ്രശ്നമൊക്കെ വന്നു. അത് വരുന്നുണ്ട്. പിന്നെ മയം കൊള്ളും. മയം വെയിലൊന്നും കൊള്ളണ്ട. മറ്റേ സൈഡിൽ കൊണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ ജീപ്പ് കൊടുത്തുകാണ്ട് 2-3 ടീം വന്നാണ്ട് നമ്മളിന്ന് ബൊലോറെടുത്ത് പോയി കൊണ്ടുപോയിക്കൊണ്ടേ. അതാണ് നമ്മള് ധൈര്യമായിട്ട് അങ്ങനെ പറയണ്ടേ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് ചോദിക്കണേ 2,45. ഇത് നമ്മളെ കയ്യില് കിട്ടേണ്ടത് കറക്റ്റ് വില കേട്ടോ. 2,55 നമുക്ക് കൊടുക്കും. 2,70,75,000 ചോദിച്ച വണ്ടിക്ക് 2.5 ലക്ഷം കിട്ടിയാ കൊടുക്കും. 2,55. 55 ചോദിക്കണ്ടേ. അതിൽ വേണമെങ്കിൽ പോലെ നമുക്ക് ഇവിടെ പോകാൻ എണ്ണ പൈസ കൊടുക്കും. എണ്ണ പൈസ അതും കൊടുക്കാം. അങ്ങനെ ഉണ്ട് കേട്ടോ. 2,55 വണ്ടിക്ക് 2,55 ഫൈനൽ റേറ്റ്. പിന്നെ എണ്ണക്ക എന്തെങ്കിലും കുറച്ചും തരും. 2009 വണ്ടിക്കാട്ട് ചോദിച്ചത്. അതാണ് എല്ലാവരും 2009 വണ്ടിക്ക് 3 റുപ്യ ചോദിച്ചിക്കാണ്ട് 2 MB പോണ വണ്ടിയാണ്. അതാണ് നമ്മൾ 2,55 തരുന്നത്. മൈലേജ് എത്ര കിട്ടുന്നാല്? അതിപ്പോ എന്താ അറിയോ, ഈ റിന്യൂവലാണ് എടുത്താ പിന്നെ ഒരു 5 കൊല്ലത്തിന് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. നേരത്തെ പറഞ്ഞ വലിയ പൈസ ഒന്നുമില്ലേ. നീ ഒരു 10-12 റുപ്യ ചെലവാക്കിയ റിന്യൂവലായി. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇറങ്ങുള്ളൂ. ഓക്കെ. മൈലേജ് എന്തായാലും 18. മൈലേജ് എന്തായാലും ഇത് DI ഇഞ്ചനാണ്. 15-16 ആ ലെവലിൽ പറഞ്ഞു ചെയ്യാം. DI ഇഞ്ചനില് ബലോറയില് DI ഇഞ്ചനെ വെച്ചാക്കാൻ ഒരു ഇഞ്ചനും ഇല്ലല്ലേ? അടുത്ത വണ്ടി വാഗണർ. ചെറിയ വിലന്റെ അടിപൊളി വാഗണർ. നീല കളർ. 2008 മോഡലാണ്. ചെറിയ വില എന്നല്ല കേട്ടോ. വെറുതെ പറയാണ്. ഇത് നമ്മളെ വണ്ടിയല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. 8 മോഡലാണ്. പേപ്പർ എത്ര ഉണ്ട്? ഇത് 2028 വരെ പേപ്പർ. എല്ലാപ്പറും ക്ലിയർ ആണ്. LXI ആണ് വരുന്നത്. VXI അത് ഫുൾ ഓപ്ഷൻ തന്നെ. സീറ്ററൊക്കെ അടിപൊളി ചെയ്ത വണ്ടിയില്ലേ? കിലോമീറ്റർ ഓടിയിരുന്നല്ലേ? ഇത് പാർക്കസയിലാണ്. മൂപ്പർക്ക് 1,35,000 കൊടുക്കണം. അതിമൊന്നും കുറയില്ല. അയാൾ കുറയണില്ല. അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ആകെ ക്ഷീണം പറ്റിക്കുന്നില്ലേ? ഇതിപ്പോ 1,30 വരെ ഇവിടെ വന്ന് പറഞ്ഞു. എന്നിട്ടും കൊടുത്തില്ലല്ലേ? കൊടുത്തില്ല അയാള്. ഇല്ലല്ലേ? ചിലപ്പോ പിന്നെ മേലൊക്കെ എന്തെങ്കിലും കിട്ടിയ കൊടുക്കാവോ? 31-32 കിട്ടാൻ ചിലപ്പോ തരും. പറയാൻ പറ്റൂല. അതെ, നിങ്ങൾ ചുരുക്കൊക്കെ നോക്കിട്ട് തരും. നല്ല വണ്ടി. നല്ല ഓടിക്കാല ഉഷാറ് വണ്ടിയല്ലേ? ഇത് എത്ര ഓടിക്കണ്ടെന്നാല്? ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയേ. ഓടിക്കണ്ട എത്ര ഓടിക്കണത്? ചെറിയ ചില്ലറ. ചില്ലറ ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇതിനൊരു 4-5 ഒക്കെ ആയിക്കോണോ. റീപ്ലേസ് വണ്ടിക്ക് കത്ത ഓണർഷിപ്പ് അത് നോക്കണല്ലേ? വണ്ടിന്റെ കണ്ടീഷൻ മെക്കാനിക് വണ്ടി ഓടിച്ച ഒച്ചമ്പുളി ഉണ്ടോക്ക. ഒറ്റ പുടല്. അതാണ് മെയിൻ ആയിട്ട്. കായാണ് തരിക. ഒറ്റ പുടല്. ഇതിപ്പോ ലോൺ കയറുന്നാല് എഗ്രിമെന്റ് വരെ ഇതാ കാത്തിക്കുന്നത്. അതാറുണ്ട്. എണ്ണടിച്ച കൂടല്ലേ? എണ്ണടിച്ച പുടല്. അതാറുണ്ട്. എന്നിട്ട് കാസർഗോഡ് കന്യാകുമാരി എത്തുമ്പോ എന്നിട്ട് അവിടുന്ന് വിളിച്ച എഗ്രിമെന്റ് ചെയ്ത് വെച്ചാ. അല്ല, ഇതിപ്പോ ലോൺ ഇല്ലല്ലോ? ലോൺ നമ്മള് ഇത് ശ്രീരാം കയറ്റി 10-60 കയറ്റി കൊടുക്കാല്ലേ? ഒരു 10-60 റുപ്യക്ക് എടുക്ക വണ്ടി. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ ഒരു ഹാഷ് ബാക്ക് വണ്ടിയാണ്. I10 ബ്ലാക്ക് കളർ. എങ്ങനെ മോഡൽ ഉണ്ട്?
കറുത്ത മുത്ത്. ആ നമ്മളെ സത്യഭാമ പറഞ്ഞ മാതിരി കറുപ്പിന് അയക്കുണ്ട്. അയക്കാണ് എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2008 മോഡൽ. പിന്നെ എയർലൈറ്റ് ഒക്കെ നല്ല കണ്ടീഷൻ ആണ്, നല്ല ക്ലിയർ. ഓ ചെറുക്കാക്കി വണ്ടിയാണ്. 8 മോഡലാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് നമുക്ക് 2028 വരെ പേപ്പർ ഉണ്ട്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഹീറോയാണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 1ന്റെ ചോട്ടിലുള്ളൂ. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് തേർഡ് ഓണറാണ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും. പിന്നെ ചെറുവണ്ടിക്ക് ഓണർഷിപ്പ് നോക്കിട്ട് കാര്യം നല്ല വണ്ടിയാണ് എടുക്കും. എന്താണോ ചെറുവണ്ടിക്ക് ഓണർഷിപ്പ് വാങ്ങണോലും നോക്കണില്ല, കച്ചവടക്കാരും നോക്കണില്ല. നല്ല വണ്ടിയാണ് അവിടെ എടുക്കുക. വണ്ടിന്റെ കണ്ടീഷൻ എടുക്കണം. സീറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉഷാറാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ 1.25 വെച്ചിട്ടുണ്ട്. 1.25 i10 2008 ഫുൾ പേപ്പർ 5 വർഷം പേപ്പറുള്ള വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 1,18,000 കൊടുക്കാം. നാപ്പിനെ കഴിക്കണ്ടേ? 1.40 വെച്ചാണ്ട് അല്ല 1.25 ചോദിച്ചാ 1.25 വെച്ചാണ്ട് 1,18,000 വണ്ടി തരും. ബ്ലാക്ക് കറുത്ത മുത്തിന് നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ഉഷാർ വണ്ടി. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് അതൊരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു. സാൻഡ്രോന്റെ ഇഞ്ചനാണല്ലേ? കയറ്റം കയറുമ്പോ ഇറങ്ങോ? കയറ്റം കയറുമ്പോ ബാക്ക് ഇറങ്ങോ? അത് ഓട്ടോമാറ്റിക് അല്ലല്ലോ. ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ വരുന്നില്ലേ? ഓട്ടോമാറ്റിക് മാനുവലൊക്കെ ഇറങ്ങും. ഇനിയിപ്പോ നമ്മള് ഈ തള്ളിയിട്ട് കാര്യല്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. വൈറ്റ് കളർ. 2014 മോഡല്. 14 മോഡല് സ്വിഫ്റ്റ് ഡിസയർ. അതെ 14 മോഡൽ 15 റേസർ ഉണ്ടോ സംശയമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. വിളിച്ചോർക്ക് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമല്ലേ? ഓക്കെ. ഓപ്ഷൻ 14 മോഡലാണ്, അത് കറക്റ്റ് ആണ്. അതെന്തായാലും ഉണ്ട്. 15 സംശയം കേട്ടോ. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ 1 സംതിങ് ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. നിലവിലുള്ള തട്ടുമുട്ട റീപ്ലേസ് ആ ബാക്കിയൊന്നും നമ്മളെ ഗണത്തിലേ ഇല്ലല്ലേ? നല്ല വണ്ടി മാത്രം വിൽക്കുള്ളൂ. നല്ല വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ 4.25 ചോദിക്കുന്നത്. ഒരു 4.15 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 4.25 വെച്ചാണ്ട് 4.15 കൊടുക്കാം. 10,000 കുറച്ച് വണ്ടിയാണ്. 10,000 മൊത്തം ലോൺ കയറും. ലോണ് നമ്മളെ എന്റെ അഭിപ്രായത്തിൽ ഒരു 3.25 ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ലോണായിട്ട് കൊടുക്കും. വെറും 35,000 നല്ല അടിപൊളി സണ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് കൊണ്ടുപോകാം. ഡീസലിന് നല്ല 20 മേലെ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല വൃത്തിയിലാണ്. ഉഷാർ വണ്ടി അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അടുത്ത വണ്ടി നല്ല അടിപൊളി സാധാരണക്കാര ആൾട്ടോ. നീല കളറ് ഞങ്ങളില്ലേ? നീലക്കുയില് അറിയാം. 2005 മോഡല്. 5 മോഡലാണ്. 6 റേസറിലുണ്ട്. 5 മോഡൽ 6 രജിസ്ട്രേഷനുള്ള അൾട്ടോണ് കിടക്കുന്നുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നും ബാക്കിയില്ല. എല്ലാം ചെയ്തു. സീറ്റുകളൊക്കെ അടിപൊളിയാക്കി. സീറ്റുകാർ ഇവിടെ വെക്കുന്ന സാധനം വരെ ഉണ്ട്. അതും വെച്ചു. എല്ലാം ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട്. അലവിൽ മാത്രമേ ഇടാണ്ട്. തട്ടുപൊട്ട് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. വണ്ടി LX ആണ്. പവർ സ്റ്റാറിംഗ് വരാത്തോണ്ട് സ്റ്റിയറിംഗ് വേണ്ട ആവശ്യമില്ല. ഫ്രീ ആണല്ലേ? എങ്ങനെ അടിച്ചാൽ അങ്ങനെ ഒടിഞ്ഞോളൂ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1ന്റെ മേലെ 2005 അല്ലാതെ ചോദിച്ചാൽ എന്തായാലും ഓടിയിട്ടുണ്ടാവും. ഓണർഷിപ്പ് എത്ര? നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. ഒക്കെ ഉണ്ട്. ഉഷാറാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ടോ? ഓണർഷിപ്പ് 2-3 ആണ്. ആയിക്കോണല്ലേ? എത്ര ഈ വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 75 റുപ്യ വെച്ചിട്ടുണ്ട്. 75,000 ആൾട്ടോ. അത് 2005 ഫുൾ പേപ്പർ. 65 റുപ്യ കൊടുക്കാം. 75-ൽ 60 രൂപ കൊടുക്കാം. 10,000 പിന്നെ കുറച്ചു. അത് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അതാണ് മാരുതിന്റെ കായ്ക്ക് അൾട്ടോ 800 കൊടുക്കുക. 65,000 അൾട്ടോ 800 അൾട്ടോ കൊടുക്കുക. ഫുൾ പേപ്പർ 25 വരെ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. 18 ലെവല് മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അടിപൊളി i20 വൈറ്റ് കളറാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ ഓപ്ഷനല്ല. അപ്പൊ ഇതിന്റെ മേലക്ക് വണ്ടി ഇല്ല. 2 എയർ ബാഗ് വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. സീറ്ററൊക്കെ ലെതറിന്റെ കവർ ചെയ്ത വണ്ടി. ഓപ്ഷണലാണ്. ഓക്കെ. 2016 മോഡല്. 16 മോഡലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഇസ്റ്ററൊക്കെ ഫുള്ള് വെക്കാം. 1.48 ഓടിയിട്ട് ഇസ്റ്റർ എടുത്താണ് വന്നോളി. അതാണ് നമ്പർ എന്തായാലും കാണാം. അപ്പൊ ഇസ്റ്റർ എടുത്ത് വന്നോളി. ഫുള്ള് കമ്പനി ഇസ്റ്ററുള്ള ഓപ്ഷണൽ വണ്ടി കേട്ടോ. ഓപ്ഷണൽ ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മള് ചോദിക്കണത് 5.60 ആണ്. നമ്മള് ചോദിക്കുന്നത്.
16 മോഡലിന് 16 മോഡൽ 560 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. ഓപ്ഷണലാണ്. അതാറുണ്ട് ഇതിനൊക്കെ മറ്റേ വരുന്നുണ്ടല്ലോ. എയർലൈറ്റ് മറ്റെന്താണ് റൗണ്ട് തന്നെ അല്ലേ? എയർലൈറ്റ് മറ്റേ എന്താണ് അതിന്റെ പറയാ, പ്രൊജക്ടർ അളവൊക്കെ തിരുമ്പോ ഓട്ടോമാറ്റിക് കത്തും. ലൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. 560 ചോദിക്കണ്ടേ? 560 ചോദിക്കണ, ഒരു 540 കൊടുക്കാം. 20,000 ഇതുപോലെ കുറച്ചു മാക്സിമം ലോൺ ആയിട്ട്. 16 മോഡല് ആസ്റ്റ ഓപ്ഷണൽ i20 5,60,000 വെച്ചാണ്ട് 5,40 വണ്ടി കൊടുക്കുമല്ലേ? വണ്ടി കൊടുക്കും. മാക്സിമം ഫുൾ ലോൺ. മാക്സിമം ഫുൾ ലോൺ കൊടുക്കാല്ലേ? മിക്കവാറും 5 റുപ്യ ലോൺ കിട്ടും. അങ്ങനെ 40,000 റുപ്യ കിടക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ ലോൺ കൊടുക്കുക. ഇത് ഫിയൽ ഏതുണ്ട്? ഡീസല് മൈലേജ് എത്ര കിട്ടും? 23 കിലോമീറ്റർ 22 കിലോമീറ്റർ ലോങ് മൈലേജ് കിട്ടില്ലേ? അങ്ങാടിയിൽ ചുറ്റി കറങ്ങണേ നമ്മൾ മൈലേജ് നോക്കിട്ട് കാര്യമില്ല. ഇല്ല, ആ 20 വെള്ളം കിട്ടും. ലോങ് പോവാണ് 20ന്റെ മേലെ എന്തായാലും കിട്ടും. അടിപൊളി വണ്ടി, റീപ്ലേ ചെയ്യാത്ത വണ്ടി, കമ്പനി ഇസ്തറുള്ള വണ്ടി. അതെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണാം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.